ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നമ്മളെ കണ്ണൂർക്കാരുടെ സ്പെഷ്യലായ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ള ബേക്കറിയിലൊക്കെ ഇത് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു 3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നെയ്ച്ചോറ് വെക്കുന്ന അരിയോ അല്ലെങ്കിൽ ബസ്മതി അരിയോ എടുക്കാം. 3 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 3 ഏലക്കായയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ശർക്കരപ്പാനിയും കൂടി വേണം. 3 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരിയുടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അപ്പക്കാരം അതും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ നമുക്ക് ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്താലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകാൻ. അതിൽ നമുക്ക് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാം. കുറച്ച് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. കുറച്ച് നമുക്ക് മാറ്റി വെച്ച് അതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി അതിൻ്റെ മുകളിലായിട്ട് തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി മുരിയിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. തീ കുറച്ച് വെക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. അടിപൊളി കൽത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ലെയറായിട്ട് കിട്ടണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.